അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലാണ്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു പറഞ്ഞിരുന്നു. ഒന്ന് ഡിസിഷൻ മേക്കിംഗ് ഓർ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ്, രണ്ടാമത്തത് ലൂപ്പിംഗ് ഓർ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ്. അതിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇഫ് സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റും. ഇനി അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലൂപ്പിംഗ് അഥവാ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ്. എന്താണ് ഈ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വെച്ചാൽ, നമുക്ക് ചില സമയങ്ങളിൽ എന്ത് വേണ്ടി വരുമെന്ന് വെച്ചാൽ ഒരേ ടാസ്ക് തന്നെ അങ്ങനെ ആവർത്തിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പ്രിന്റ് എന്ന് പറയുന്ന ഓപ്പറേഷൻ നമ്മൾ 10 പ്രാവശ്യം ചെയ്യാണല്ലോ ചെയ്യുന്നത്, അല്ലെ? പ്രിന്റ് 1, പ്രിന്റ് 2, പ്രിന്റ് 3, പ്രിന്റ് 4, പ്രിന്റ് 5, പ്രിന്റ് 6, പ്രിന്റ് 7, പ്രിന്റ് 8, പ്രിന്റ് 9 ആൻഡ് പ്രിന്റ് 10. അപ്പൊ പ്രിന്റ് എന്ന് പറയുന്ന ഈ വേർഡ് 10 തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. പ്രിന്റ് 1, പ്രിന്റ് 2 എക്സെട്ര അപ് ടു പ്രിന്റ് 10. ഇത് നമ്മൾ 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് എടുക്കുന്നു. അപ്പൊ ഇതുപോലെ പ്രോഗ്രാമിങ്ങിൽ പല സമയത്തും നമുക്ക് ഒരേ പ്രോസസ്സ് തന്നെ അല്ലെങ്കിൽ ഒരേ സ്റ്റേറ്റ്മെന്റ് തന്നെ ആവർത്തിച്ച് എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ആ സമയങ്ങളിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ എഴുതുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ 10 തവണ എഴുതുന്നത് പ്രശ്നമില്ല. ഇപ്പൊ 20 വരെ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 20 പ്രിന്റ് 1, പ്രിന്റ് 2, പ്രിന്റ് 3 അങ്ങനെ 20 വരെ നമ്മൾ എഴുതും. അപ്പൊ 20 സ്റ്റേറ്റ്മെന്റ്സ് എഴുതണം. 100 വരെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാലോ 100 സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് എഴുതണം. അത് ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഓപ്പറേഷൻസിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാം? ഈ പറയുന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഓർ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ പറയാം? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ദ statements that are used to execute a statement or a group of statements repeatedly. അതായത് ഒരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു കൂട്ടം സ്റ്റേറ്റ്മെന്റ്സോ ആവർത്തിച്ച് കുറെ പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളെയാണ് എന്ത് വിളിക്കുക? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ അനന്തമായിട്ട് പോകാൻ പറ്റില്ല. അതായത് എവിടെയെങ്കിലും ഒരു സമയത്ത് നിൽക്കണമല്ലോ, അല്ലെ? അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ആ പ്രോഗ്രാം അവസാനിക്കില്ല. അപ്പൊ എന്ത് വെച്ചാൽ ഈ പ്രോഗ്രാം എക്സിക്യൂഷൻ എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു കണ്ടീഷൻ അനുസരിച്ചാണ്, അല്ലെങ്കിൽ ഒരു റിലേഷണൽ എക്സ്പ്രഷൻ അനുസരിച്ചിരിക്കും. ഈ റിലേഷണൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്ന സമയത്തായിരിക്കും ഈ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ടഡ് ആവുക, റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ടഡ് ആവുക. അപ്പോൾ ഒരു സമയത്ത് ഈ ഒരു കണ്ടീഷൻ എന്തായി മാറും? ഫാൾസ് ആയി മാറും. നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചതാണ്, റിലേഷണൽ എക്സ്പ്രഷൻസിന് 2 പോസിബിൾ വാല്യൂസ് ആണുള്ളത്, ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. അപ്പോൾ ട്രൂ ആയിരിക്കുന്ന സമയത്ത് ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ടഡ് ആവും, വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. അവസാനം എന്ത് വരും? ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ റിലേഷണൽ എക്സ്പ്രഷൻ ഫാൾസ് ആയി മാറും. ഫാൾസ് ആയി മാറുന്നതോടുകൂടി ഈ റെപ്പിറ്റേഷൻ നിൽക്കും, അല്ലെങ്കിൽ ആവർത്തനം അവസാനിക്കും. അപ്പോൾ കണ്ടീഷൻ ആസ്പദമായിട്ടിരിക്കും ഈ പറയുന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിന്റെ എക്സിക്യൂഷൻ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ലൂപ്പിംഗ് ഓർ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് വിളിക്കുക എന്താണ്? ലൂപ്പ് എന്ന് പറയും. ദിസ് ഇസ് ഓൾസോ നോൺ ആസ് എ ലൂപ്പ്. So, a loop mainly consists of 4 parts. ഒരു ലൂപ്പ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിന് 4 ഭാഗങ്ങളാണുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് ആ 4 ഭാഗങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ലൂപ്പിന് 4 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണുള്ളത്, 4 പാർട്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ പാർട്ടിന്റെ പേരാണ് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ പാർട്ടാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ. 3 അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. 4-മത്തത് ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറയും.
ഈ 4 പാർട്സിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഒരു ലൂപ്പ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 4 ഭാഗങ്ങളും അതിന് വേണം. ഓക്കെ, ഇനി ഇതിനൊക്കെ പുറമെ ഒരു കാര്യം കൂടി വേണം. ലൂപ്പ് കൺട്രോൾ ചെയ്യുന്ന ഒരു വേരിയബിൾ വേണം. ഒരു വേരിയബിൾ വെച്ചിട്ടാണ് നമ്മൾ ലൂപ്പിന്റെ പ്രവർത്തനം കൺട്രോൾ ചെയ്യുന്നത്. ആ വേരിയബിളിനെ വിളിക്കുന്ന പേരാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയും. ദിസ് വേരിയബിൾ ഇസ് നോൺ ആസ് എ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ലൂപ്പ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. സ്റ്റാർട്ടിങ്ങിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 4 പാർട്സ് ഉണ്ട്. ഇനീഷ്യലൈസേഷൻ എന്ന് പറയും, ദെൻ ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേഷൻ, ബോഡി ഓഫ് ദ ലൂപ്പ്, ദെൻ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ഈ ഇത്രയും കൺസെപ്റ്റുകളാണ് നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇത് ഓരോന്നോരോന്ന് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പാർട്സ് ഓഫ് ദ ലൂപ്പ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് ഫ്ലോ ചാർട്ട് രൂപത്തിൽ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫ്ലോ ചാർട്ട് കൊടുന്ന് ശ്രദ്ധിക്കാം. ഇതൊരു പ്രത്യേക ഒരു പ്രോഗ്രാമിന്റെ ഫ്ലോ ചാർട്ട് അല്ല, ജനറലൈസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ടാണ്. അതായത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിൽ വരുന്ന പാർട്സ് ഏതൊക്കെയാണെന്നുള്ളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ഫ്ലോ ചാർട്ടാണ്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന എവിടേക്കാണ്? ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റിലേക്ക് വരും. ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ലൂപ്പ് കൺട്രോൾ വേരിയബിളിന്റെ കാര്യം പറഞ്ഞു. ഒരു ലൂപ്പ് കൺട്രോൾ ചെയ്യുന്ന വേരിയബിൾ ആണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. അപ്പൊ ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് ഒരു സ്റ്റാർട്ടിംഗ് വാല്യൂ പ്രൊവൈഡ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റിനാണ് എന്ത് വിളിക്കുക? ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ലൂപ്പ് കൺട്രോൾ വേരിയബിൾ തുടങ്ങാൻ വേണ്ടി ഒരു വാല്യൂ സ്വീകരിക്കും. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് ആദ്യം ഒരു വേരിയബിൾ വേണമല്ലോ. ഇവിടെ വേരിയബിളിന്റെ പേര് എന്ത് കൊടുത്തു? ഐ എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്തു. അപ്പൊ ഏറ്റവും ആദ്യം പ്രിന്റ് ചെയ്യേണ്ട നമ്പർ ഏതാണ്? 1 അല്ലേ? അപ്പൊ നമ്മൾ ഈ വേരിയബിളിന്, ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് ഒരു ഫസ്റ്റ് വാല്യൂ ആയിട്ടുള്ള 1 നമ്മൾ അസൈൻ ചെയ്യുന്നു. ദാറ്റ് മീൻസ് വി ആർ അസൈനിങ് ദ വാല്യൂ 1 ടു ദ വേരിയബിൾ ഐ. അതായത് ഐ ഈക്വൽ ടു 1 എന്ന് എഴുതുന്നു. ഇതാണ് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു തവണ മാത്രമേ എക്സിക്യൂട്ടഡ് ആവുള്ളൂ. പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇത് റിപ്പീറ്റ് ചെയ്യില്ല. അപ്പോൾ ആദ്യം ഐക്ക് 1 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. ഓക്കെ, ഇനി അടുത്തത് നേരെ ഇവിടുന്ന് ഫ്ലോ ചെയ്യുന്നത് എവിടേക്കാണ്? ടെസ്റ്റ് എക്സ്പ്രഷനിലേക്കാണ്. ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ അതൊരു റിലേഷണൽ എക്സ്പ്രഷനാണ്. റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതിൽ ഏതെങ്കിലും റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് വന്നിട്ടുണ്ടാവും. ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു. ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്പറേറ്റർ വരുന്ന ഒരു എക്സ്പ്രഷനാണ് റിലേഷണൽ എക്സ്പ്രഷൻ. ഈ റിലേഷണൽ എക്സ്പ്രഷൻ 2 പോസിബിലിറ്റീസ് ആണുള്ളത്. എന്തൊക്കെയാണ്? ഒന്നുകിൽ അത് ട്രൂ ആവും, അല്ലെങ്കിൽ അത് ഫാൾസ് ആവും. അപ്പോൾ ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ റിലേഷണൽ എക്സ്പ്രഷൻ എങ്ങനെയാണ്? അതിന്റെ കണ്ടീഷൻ നോക്കും. ട്രൂ ആണെങ്കിൽ നേരെ താഴേക്ക് വന്നു. ഇഫ് ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ട്രൂ, ദെൻ ഈ ഒരു പാർട്ടിലേക്ക് വന്നു. അതായത് എന്താണ് ഇതിന്റെ ഉള്ളിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? സ്റ്റേറ്റ്മെന്റ് 1 ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് 2 ഉണ്ട്, അങ്ങനെ കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ്, ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറയാം. ബോഡി ഓഫ് ദ ലൂപ്പ് മീൻസ് ദ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് that are to be executed repeatedly. നമുക്ക് ആവർത്തിച്ച് എക്സിക്യൂട്ട് ചെയ്യിക്കേണ്ട സ്റ്റേറ്റ്മെന്റുകളെയാണ് എന്ത് വിളിക്കുക? ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ നേരത്തെ പഠിച്ച അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റും വരും. അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ദ ലൂപ്പ്. അപ്പോൾ അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എവിടെ എഴുതുന്നത്? ബോഡി ഓഫ് ദ ലൂപ്പിന്റെ ഉള്ളിൽ തന്നെ എഴുതണം. ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് വന്നു. ഇത് ആവർത്തിച്ച് എക്സിക്യൂട്ട് ചെയ്യും. ആവർത്തിച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ മീൻസ് ആദ്യം ഒരു തവണ എക്സിക്യൂട്ട് ചെയ്തു, പിന്നെ ഈ ആരോ മാർക്ക് നോക്കി അറിയാൻ പറ്റും വീണ്ടും അത് എവിടേക്കാണ് പോകുന്നത്? ടെസ്റ്റ് എക്സ്പ്രഷനിലേക്ക് തന്നെയാണ് പോകുന്നത്. ഓക്കെ, ടെസ്റ്റ് എക്സ്പ്രഷൻ വീണ്ടും നോക്കി, ട്രൂ ആണോ ഫാൾസ് ആണോ നോക്കി. ട്രൂ ആണെങ്കിൽ വീണ്ടും ഈ സ്റ്റേറ്റ്മെന്റ്സിലേക്ക് വന്നു. അത് കഴിഞ്ഞ് വീണ്ടും അവിടേക്ക് തന്നെ പോയി. ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇത് എപ്പോഴാണ് നിൽക്കുക? ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ഒരു സമയത്ത് ഫാൾസ് ആയി മാറും. ഈ ഫാൾസ് ആയി കഴിഞ്ഞാൽ നേരെ പോകുന്നത് എവിടേക്കാണ്? ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് സ്റ്റോപ്പ് ദ പ്രോസസ്. ആ പ്രോസസ്സ് അവിടെ വെച്ചിട്ട് ടെർമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നു. അപ്പോൾ
എപ്പോഴാണോ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആവുന്നത് ആ സമയത്ത് ഈ പ്രോഗ്രാം അവസാനിക്കും അല്ലെങ്കിൽ പ്രോസസ്സ് അവസാനിക്കും. ഓക്കെ, ഇനി ഈ അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, സപ്പോസ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഇല്ലെങ്കിൽ, നമ്മളിവിടെ എഴുതുന്നില്ലെങ്കിൽ, ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എപ്പോഴും ഈ ഒരൊറ്റ ആദ്യം കിട്ടിയ വാല്യൂ ഇല്ലേ 1, ആ 1ൽ തന്നെ അതിങ്ങനെ ഇരിക്കും, അതിന് ചേഞ്ച് വരില്ല. അപ്പൊ നമുക്ക് ആദ്യം 1 പ്രിന്റ് ചെയ്യണം, പിന്നെ അടുത്തത് പിന്നെ 1 പ്രിന്റ് ചെയ്യേണ്ടത്, പിന്നെ എത്ര പ്രിന്റ് ചെയ്യേണ്ടത്, പിന്നെ 2 ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ അടുത്തത് 2 പ്രിന്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഈ അപ്ഡേഷൻ, അതായത് 1ന്റെ കൂടെ ഒരു 1 കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് 2 കിട്ടുക. അപ്പോൾ അതിന് എഴുതുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഏത്, അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഈ ഐ എപ്പോഴും 1 ആയിട്ടിരിക്കും, അതായത് ടെസ്റ്റ് എക്സ്പ്രഷൻ എപ്പോഴും ട്രൂ ആയിട്ട് തന്നെ ഇരിക്കും. ടെസ്റ്റ് എക്സ്പ്രഷൻ എങ്ങനെ നമ്മൾ ഈ കേസിൽ കൊടുക്കാം, ഈ കേസിൽ നമ്മൾ ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് കൊടുക്കും. ദാറ്റ് മീൻസ് ഇഫ് ദ വാല്യൂ ഓഫ് ഐ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, ഐയുടെ വാല്യൂ 10 അല്ലെങ്കിൽ 10ൽ താഴെ ആയിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ എഴുതേണ്ടത്, വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മളിവിടെ അപ്ഡേഷൻ എഴുതിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഐ എപ്പോഴും 1 ആയിട്ട് തന്നെ ഇരിക്കും. അപ്പൊ ഐ അടുത്ത വാല്യൂലേക്ക് മാറ്റാനുള്ള സ്റ്റേറ്റ്മെന്റ്, അതായത് അപ്ഡേഷൻ ആയിട്ട് ഇവിടെ എഴുതേണ്ട സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഐ ഈക്വൽ ടു ഐ പ്ലസ് 1. ഐയുടെ കൂടെ 1 കൂട്ടുന്നു. ഓക്കെ, 1 കൂട്ടിയിട്ട് അത് ഐയിലേക്ക് തന്നെ അസൈൻ ചെയ്യുന്നു. അപ്പൊ ഐ എത്രയോ, ആദ്യം ഐ 1 ആയിരുന്നു, അതിന്റെ കൂടെ 1 കൂട്ടി 2 ആയി, ആ 2 ഐയിലേക്ക് തന്നെ അസൈൻ ചെയ്യുന്നു. അപ്പോൾ ഇത് ഐയിലേക്ക് തന്നെ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഐ എത്രയായി മാറി, 2 ആയി മാറി. പിന്നെ വീണ്ടും ഇവിടെ 1 നോക്കുകയാണ്, അതായത് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 നോക്കുകയാണ്, ട്രൂ ആണ് നോക്കും, ആണെങ്കിൽ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുണ്ടാവും. അതിന് നമുക്ക് പറയാം, ഒരു എക്സാമ്പിൾ വരുന്ന സമയത്ത് പറയാം. അപ്പൊ ഇങ്ങനെയാണ് ഒരു ലൂപ്പിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും, ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും, ഇത് എല്ലാം കൂടി ചേർന്നതാണ് ബോഡി ഓഫ് ദ ലൂപ്പ്. ദെൻ അതിൽ തന്നെ വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഓക്കെ. അപ്പൊ ഇനി അടുത്ത് നമുക്ക് ഏത് നോക്കാം, 2 ടൈപ്പ് ലൂപ്പുകളാണുള്ളത്, ടൈപ്സ് ഓഫ് ലൂപ്സ്. ലൂപ്സിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്, ഒന്ന് എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയും, രണ്ടാമത്തത് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ +1 പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവണം, പറയുമ്പോൾ ഓർമ്മ വരണം. അപ്പോൾ എന്താണ് എൻട്രി കൺട്രോൾഡും എക്സിറ്റ് കൺട്രോൾഡും തമ്മിലുള്ള വ്യത്യാസം, അതാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത്. എൻട്രി എന്ന വേർഡിന്റെ മീനിങ് എന്താണ്, വാട്ട് യു മീൻ ബൈ എൻട്രി? എൻട്രി എന്ന് വെച്ചാൽ പ്രവേശിക്കുക എന്നാണ്. എക്സിറ്റ് എന്ന് വെച്ചാലോ നേരെ ഓപ്പോസിറ്റ് ആണ്, പുറത്തു പോവുക. അപ്പൊ ഒരു ലൂപ്പിന്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യുന്ന ഒരു ഇതുണ്ട്, അതുപോലെ തന്നെ ലൂപ്പിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കാര്യമുണ്ട്. ഇതിനെ രണ്ടിനും ബേസ് ചെയ്തിട്ടാണ് ഈ 2 ക്ലാസിഫിക്കേഷൻ, 2 ടൈപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ലൂപ്സിന്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഏത് നോക്കാം, എൻട്രി കൺട്രോൾ ലൂപ്പ് നോക്കാം. എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് വെച്ചാൽ ഈ ലൂപ്പില് ടെസ്റ്റ് എക്സ്പ്രഷൻ ആദ്യം തന്നെ ഇവാലുവേറ്റ് ചെയ്യും. ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ലൂപ്പിലേക്ക് എൻട്രി ചെയ്യാൻ കഴിയുള്ളൂ. ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആണെങ്കിൽ ലൂപ്പിൽ എൻട്രി ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ എഴുതിയ ടെസ്റ്റ് എക്സ്പ്രഷൻ ഒന്നും കൂടി എഴുതാം. ടെസ്റ്റ് എക്സ്പ്രഷൻ, ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ 2 പോസിബിലിറ്റീസ് ആണ്. ഒന്നുകിൽ ട്രൂ ആവാം അല്ലെങ്കിൽ ഫാൾസ് ആവാം. ട്രൂ ആണെങ്കിൽ ഇഫ് ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ട്രൂ ആണെങ്കിൽ എന്താണ്, ഇവിടെ ബോഡി ഓഫ് ദ ലൂപ്പ് ഉണ്ട്. ഓക്കെ, നേരത്തെ എഴുതിയ പോലെ ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് പ്രവേശിക്കും. ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആണെങ്കിലോ, ഫാൾസ് ആണെങ്കിൽ പ്രവേശിക്കാതെ നേരെ താഴേക്ക് പോകും, സ്റ്റോപ്പ് ചെയ്യും. അതായത് കുറച്ച് മുമ്പ് നമ്മൾ എഴുതിയ ഫ്ലോ ചാർട്ട് ഏത് ടൈപ്പ് ലൂപ്പാണ്, എൻട്രി കൺട്രോൾ ലൂപ്പാണ്.
ടെസ്റ്റ് എക്സ്പ്രഷൻ ആദ്യം ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റ് ചെയ്യാൻ മീൻസ് പരിശോധിക്കും. ഈ കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ബോഡി ഓഫ് ദി ലൂപ്പിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ, പെർമിഷൻ കിട്ടുള്ളൂ, പ്രവേശിക്കാൻ പറ്റും. ഇത് ഫാൾസ് ആണെങ്കിൽ ഈ ഇവിടേക്ക് വരാൻ കഴിയില്ല, നേരെ അവിടേക്ക് പോകും, സ്റ്റോപ്പിലേക്ക് പോകും. ഓക്കെ, ഇനി രണ്ടാമത്തെ ലൂപ്പ് ഏതാണ്? രണ്ടാമത് പറയുന്ന ലൂപ്പാണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. എക്സിറ്റ് കൺട്രോൾ ലൂപ്പിന്റെ കേസിൽ വ്യത്യാസമുണ്ട്. എക്സിറ്റ് കൺട്രോൾ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ നേരെ എവിടേക്കാണ് വരുന്നത്? ബോഡി ഓഫ് ദി ലൂപ്പിലേക്കാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ മുകളിൽ എന്താ ഉള്ളത്? ഇവിടെ ഇനീഷ്യലൈസേഷൻ ഉള്ളത്, ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ബോഡി ഓഫ് ദി ലൂപ്പിൽ വന്നു. ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ടെസ്റ്റ് എക്സ്പ്രഷനിലേക്ക് പോകുന്നത്. ഓക്കെ, ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവിടെ താഴെയാണ്, നേരത്തെ മുകളിലായിരുന്നു. ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും എവിടേക്ക് പോകും? ബോഡി ഓഫ് ദി ലൂപ്പിലേക്ക് വരും. അപ്പൊ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ടെസ്റ്റ് എക്സ്പ്രഷൻ എപ്പോഴാണോ ഫാൾസ് ആവുന്നത് അപ്പോ എന്ത് സംഭവിക്കും? സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പിന്റെ പ്രത്യേകത അതാണ്. ടെസ്റ്റ് എക്സ്പ്രഷൻ അവസാനം നോക്കുള്ളൂ. ഈ ബോഡി ഓഫ് ദി ലൂപ്പിൽ പ്രവേശിക്കും, ഡയറക്ട്ലി എൻ്റർ ചെയ്യും. എൻ്റർ ചെയ്ത് കഴിഞ്ഞ് ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ഇതിന്ന് പുറത്തു വരുമല്ലോ, ഈ ബോഡി ഓഫ് ദി ലൂപ്പിൽ നിന്ന് പുറത്തു വരുന്ന സമയത്താണ് ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ നേരെ ബോഡി ഓഫ് ദി ലൂപ്പിലേക്ക് വീണ്ടും പോകും, വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷൻ നോക്കും, വീണ്ടും ബോഡി ഓഫ് ദി ലൂപ്പ്, ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നോക്കും. അപ്പോൾ ഒരു സമയത്ത് ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആവും. ഫാൾസ് ആവുന്ന സമയത്ത് നേരെ എന്ത് ചെയ്യും? ലൂപ്പ് അവസാനിക്കും, സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിലും ഫാൾസ് ആണെങ്കിലും ഒരു പ്രാവശ്യം ബോഡി ഓഫ് ദി ലൂപ്പ് എന്തായാലും എക്സിക്യൂട്ട് ചെയ്യും അല്ലേ? ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിലും ഫാൾസ് ആണെങ്കിലും ബോഡി ഓഫ് ദി ലൂപ്പ് ഒരു പ്രാവശ്യം എന്തായാലും എക്സിക്യൂട്ട് ചെയ്യും. The body of the loop will be executed at least once. Okay. നേരെ മറിച്ച് നേരത്തെ നമ്മൾ എഴുതിയ പോലെയാണെന്നുണ്ടെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ടഡ് ആവോ? ഇല്ല. ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ടഡ് ആവുള്ളൂ. ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ടഡ് ആവില്ല. അതായത് ആദ്യം തന്നെ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പിലേക്ക് ഒരിക്കലും പ്രവേശിക്കില്ല. ബോഡി ഓഫ് ദി ലൂപ്പ് വിൽ ബി നെവർ എക്സിക്യൂട്ടഡ്. അതാണ് എൻട്രി കൺട്രോൾ ലൂപ്പിൽ. എക്സിറ്റ് കൺട്രോൾ ലൂപ്പിന്റെ പ്രത്യേകത പറഞ്ഞാൽ ദ ബോഡി ഓഫ് ദി ലൂപ്പ് വിൽ ബി എക്സിക്യൂട്ടഡ് അറ്റ്ലീസ്റ്റ് വൺസ്. ഒരു പ്രാവശ്യം എന്തായാലും എക്സിക്യൂട്ട് ആവും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ കാറ്റഗറീസിലേക്ക് വരാം. അപ്പോൾ രണ്ട് ടൈപ്പ് ലൂപ്സ് പറഞ്ഞു. ഒന്ന് എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയും, രണ്ടാമത്തത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. ഇനി എൻട്രി കൺട്രോൾഡ് കാറ്റഗറിയിൽ വരുന്ന രണ്ട് ലൂപ്സ് ആണുള്ളത്. C++ പ്രോഗ്രാമിംഗിൽ വരുന്ന രണ്ട് ലൂപ്സ് ആണ് എൻട്രി കൺട്രോൾഡ് കാറ്റഗറിയിൽ വരുന്നത്. അത് ഏതൊക്കെയാണ്? ഒന്നാമത്തെ ലൂപ്പിന്റെ പേരാണ് വൈൽ. രണ്ടാമത്തെ ലൂപ്പാണ് ഫോർ ലൂപ്പ്. ഈ രണ്ട് ലൂപ്സ് എൻട്രി കൺട്രോൾഡ് ലൂപ്പുകളാണ്. അപ്പോൾ എൻട്രി കൺട്രോൾ ലൂപ്പ് മീൻസ് the test expression is evaluated first, then if it is true body of the loop is executed. If the test expression is false, the body of the loop will never be executed. അപ്പോൾ ഈ രണ്ട് ലൂപ്പിന്റെ മാർക്കിന് എൻട്രി കൺട്രോൾഡ് പാറ്റേണിലാണ് വർക്ക് ചെയ്യുക. ഇനി എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പിന്റെ എക്സാമ്പിൾ ആണ് ഡു വൈൽ. സോ ഈ രണ്ട് ലൂപ്പ് ഏതിൽ വരും? ഇത് രണ്ടും എൻട്രി കൺട്രോൾഡ് ആണ്, ഇത് എക്സിറ്റ് കൺട്രോൾഡ് ആണ്. എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്, പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എൻട്രി കൺട്രോൾ ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്? അത് എന്താണെന്നുള്ളതും പറയണം. പിന്നെ അതിന്റെ രണ്ടിന്റെ എക്സാമ്പിൾസ് ആണ് ഇത്. എൻട്രി കൺട്രോൾ ലൂപ്പിന്റെ എക്സാമ്പിൾസ് ആണ് ഒന്ന് വൈൽ ലൂപ്പ്, രണ്ടാമത്തത് ഫോർ ലൂപ്പ്. എക്സിറ്റ് കൺട്രോൾ ലൂപ്പിന്റെ എക്സാമ്പിൾസ് ആണ് ഒന്ന് ഡു വൈൽ എന്ന് പറയുന്ന ലൂപ്പ്. ഓക്കെ, ഒറ്റൊന്നുള്ളൂ. എക്സിറ്റ് കൺട്രോളിൽ വരുന്ന ഒരേ ഒരു ലൂപ്പുള്ളൂ, അതേതാണ്? ഡു വൈൽ ലൂപ്പാണ്.
അപ്പോൾ ഈ ലൂപ്സ് ആണ് നമുക്കിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഏതെടുക്കാം, വൈൽ ലൂപ്പിലേക്ക് വരാം. വൈൽ ലൂപ്പ്. വൈൽ എന്നുള്ള വേർഡിന്റെ മീനിങ് എന്താണ്? ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആവുമ്പോൾ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഈ ലൂപ്പ് എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് എന്ന് വെച്ചാൽ, ഒരു കണ്ടീഷൻ ട്രൂ ആയിരിക്കുമ്പോൾ, വൈൽ ദ കണ്ടീഷൻ ഇസ് ട്രൂ, ഡു ദ ഫോളോയിങ് തിങ്സ്. ഒരു കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്ന സമയത്ത് താഴെ പറയുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യണം. വീണ്ടും നോക്കും, കണ്ടീഷൻ ട്രൂ ആണ് നോക്കും, ആണെങ്കിൽ വീണ്ടും ചെയ്യും, വീണ്ടും നോക്കും, കണ്ടീഷൻ ട്രൂ ആണ് നോക്കും, ആണെങ്കിൽ ചെയ്യും. കണ്ടീഷൻ എപ്പോഴാണ് ഫാൾസ് ആവുന്നത് ആ സമയത്ത് സ്റ്റോപ്പ് ആവും. ഓക്കെ, അപ്പോൾ ഇതിന്റെ സിൻടാക്സിലേക്ക് വരാം. ഏത് ലൂപ്പ് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ എന്താണ് നോക്കേണ്ടത്? സിൻടാക്സ് ആണ് നോക്കേണ്ടത്. അപ്പോൾ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ലൂപ്പിനുള്ള 4 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? 1 ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ്, 2 ടെസ്റ്റ് എക്സ്പ്രഷൻ, 3 ബോഡി ഓഫ് ദ ലൂപ്പ്, 4 അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ്. ഈ 4 കാര്യങ്ങളാണ് നമുക്കിവിടെ സിൻടാക്സ് ആയിട്ട് എഴുതാനുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം വരുന്നത് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ആദ്യം എഴുതുന്നു. അതിന് തൊട്ട് താഴെയായിട്ട് വൈൽ എന്ന് പറയുന്ന വേർഡ്, ഇതൊരു കീവേഡ് ആണ്. വൈൽ ഇസ് എ C++ കീവേഡ്. ഓക്കെ, വൈൽ എന്ന് കഴിഞ്ഞാൽ ഒരു പാരന്തസിസ് ഓപ്പൺ ചെയ്യും. പാരന്തസിസ് മീൻസ് ബ്രാക്കറ്റ്സ്, ഓർഡിനറി ബ്രാക്കറ്റ്സ്. ദെൻ ഇവിടെ നമ്മൾ എന്ത് എഴുതുന്നു? ടെസ്റ്റ് എക്സ്പ്രഷൻ. ദിസ് ടെസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ഓൾസോ നോൺ ആസ് കണ്ടീഷൻ. ടെസ്റ്റ് എക്സ്പ്രഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കണ്ടീഷൻ. ഇവിടെ നമ്മൾ കേളി ബ്രേസ് ഓപ്പൺ ചെയ്യും. ദെൻ സ്റ്റേറ്റ്മെന്റ് 1, ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 2, എക്സെട്ര എക്സെട്ര. എത്ര സ്റ്റേറ്റ്മെന്റ്സ് വേണം നമുക്ക് എഴുതാം. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ്. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്ത് എഴുതും? അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ആദ്യം ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് വഴി ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് ഒരു ഇനീഷ്യൽ വാല്യൂ കൊടുത്തു. അതിനുശേഷം ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യും. ടെസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ഇവാലുവേറ്റഡ് if the test expression or while the test expression is true. ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയിരിക്കുന്ന സമയത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആദ്യം എക്സിക്യൂട്ടഡ് ആയി, പിന്നെ സ്റ്റേറ്റ്മെന്റ് 2 എക്സിക്യൂട്ടഡ് ആയി, സ്റ്റേറ്റ്മെന്റ് 3, സ്റ്റേറ്റ്മെന്റ് 4, അങ്ങനെ ഓരോ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു. ലാസ്റ്റ് അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. ഓക്കെ, അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി വീണ്ടും എവിടേക്ക് തന്നെ പോകും? ഈ ടെസ്റ്റ് എക്സ്പ്രഷനിലേക്ക് വരും. ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ഇതിലേക്ക് വന്നു, വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷനിലേക്ക് പോയി, വീണ്ടും ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നടക്കും. ഇതാണ് വൈൽ ലൂപ്പിന്റെ പ്രത്യേകത. ഇനി നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ എടുക്കാം. വൈൽ ലൂപ്പ് വെച്ച് ഒരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. 1 മുതൽ 10 വരെ നമുക്ക് പ്രിന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതും നോക്കാം. അപ്പൊ ഒരു ലൂപ്പ് വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം? ലൂപ്പ് കൺട്രോൾ വേരിയബിൾ വേണ്ടേ? ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആയിട്ട് നോർമലി യൂസ് ചെയ്യാറുള്ള ആൽഫബറ്റ് ഐ ആണ്. ഒരുവിധം പ്രോഗ്രാംസിലൊക്കെ നമ്മൾ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആയിട്ട് ഐ ആണ് കൊടുക്കുക. അത് നിർബന്ധമൊന്നുമില്ല, ഏത് ആൽഫബറ്റ് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ ആദ്യം ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്തു, ഇൻറ്റ് ഐ. ഞാൻ ഫുൾ പ്രോഗ്രാം എഴുതുന്നില്ല കേട്ടോ, ഇതില് ഈ ഒരു പാർട്ട് മാത്രം എഴുതുന്നുള്ളൂ. അതുകൊണ്ടാണ് ഹാഷ് ഇൻക്ലൂഡ് ഐ സ്ട്രിംഗ് ഒന്നും എഴുതാതെ ജസ്റ്റ് ആ പ്രോഗ്രാം കോഡ് മാത്രമേ എഴുതുന്നുള്ളൂ. അപ്പോൾ ഐ എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ദിസ് ഇസ് ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇനീഷ്യലൈസേഷൻ. ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഐ എന്ന് പറയുന്ന ഈ വേരിയബിളിന് ഒരു ഇനീഷ്യൽ വാല്യൂ കൊടുക്കണ്ടേ, അല്ലേ? അപ്പോൾ നമ്മൾ പ്രോഗ്രാം എന്താണ്, പ്രോബ്ലം എന്താണ്? 1 മുതൽ 10 വരെ പ്രിന്റ് ചെയ്യണം. 1 മുതൽ 10 വരെ പ്രിന്റ് ചെയ്യണം എന്ന് വെച്ചാൽ ആദ്യം പ്രിന്റ് ചെയ്യേണ്ട നമ്പർ ഏതാണ്? 1 ആണ്. അപ്പോൾ ഐക്ക് ഏറ്റവും ആദ്യം കൊടുക്കേണ്ട വാല്യൂ എത്രയാണ്? 1. സോ ഐ ഈക്വൽ ടു 1. ഇതാണ് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എഴുതുന്നത് നേരത്തെ എഴുതിയ അതേ സിന്റാക്സ് പ്രകാരം ആദ്യം വൈൽ എഴുതി, വൈൽ എന്നുള്ള വേർഡ് എഴുതി.
പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ഇനി ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ പാരന്തസിന്റെ ഉള്ളിൽ എന്താ എഴുതുന്നത്? ടെസ്റ്റ് എക്സ്പ്രഷൻ എഴുതണം. ടെസ്റ്റ് എക്സ്പ്രഷൻ ഓർ കണ്ടീഷൻ എഴുതണം. ഇവിടെ കണ്ടീഷൻ എന്താണ്? എപ്പോഴാണ് പ്രിന്റ് ചെയ്യേണ്ടത്? വൈൽ ദ വാല്യൂ ഓഫ് ഐ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഐയുടെ വാല്യൂ 10 അല്ലെങ്കിൽ 10ൽ താഴെ ആയിരിക്കുമ്പോഴാണ് പ്രിന്റ് ചെയ്യേണ്ടത്. 10ന്റെ മുകളിലേക്ക് പോകുമ്പോൾ പ്രിന്റ് ചെയ്യാൻ പാടില്ല. 11 പ്രിന്റ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് ആവുമ്പോൾ ഐ എന്ന് പറയുന്ന വേരിയബിൾ വരുന്ന സമയത്ത് മാത്രമേ പ്രിന്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതിനുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ് നമ്മളോട് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതും? ആദ്യം ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എഴുതി, ഐ എന്ന് എഴുതി, ദെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഓപ്പറേറ്റർ കൊടുത്തു. പിന്നെ എത്ര വരെയാണ്? 10 ആവുന്നത് വരെ. ഐയുടെ വാല്യൂ 10 ആവുന്നത് വരെയാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ 10 10ൽ താഴെ ആയിരിക്കുമ്പോൾ ആയിരിക്കും ഈ എക്സ്പ്രഷൻ ട്രൂ ആവും. അപ്പൊ ഈ കേസിൽ നമുക്ക് നോക്കാം, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഐ നൗ? ഇപ്പോഴത്തെ വാല്യൂ എന്താണ്? 1 ആണ്. ഐക്ക് നമ്മൾ 1 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്തല്ലോ. അപ്പൊ ശരിക്ക് ആക്ച്വലി എങ്ങനെ വരിക? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. അപ്പോ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, 1 എന്ന് പറയുന്ന സംഖ്യ 10 എന്ന് പറയുന്ന സംഖ്യയെക്കാളും എന്താണ്? ചെറുതാണ്. അപ്പോൾ 1 ലെസ് ദാൻ 10 എന്ന് പറയുന്ന കണ്ടീഷൻ ഇപ്പോൾ ട്രൂ ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ മതി, ഒന്നെങ്കിൽ ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു, ഏതെങ്കിലും ഒന്ന് വന്നാൽ കണ്ടീഷൻ ട്രൂ ആവും. അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറയുന്ന കണ്ടീഷൻ ഇപ്പോൾ ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് എന്ത് ചെയ്യും? ഇനി ഇതിന്റെ ഉള്ളിൽ ബോഡി ഓഫ് ദി ലൂപ്പ് നമ്മൾ എഴുതണമല്ലോ. ആ ബോഡി ഓഫ് ദി ലൂപ്പിലേക്ക് എൻട്രി കൊടുക്കും. അപ്പൊ പ്രോഗ്രാം കൺട്രോളിനെ അങ്ങോട്ട് പാസ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താണ് ബോഡി ഓഫ് ദി ലൂപ്പിൽ എഴുതേണ്ടത്? ബോഡി ഓഫ് ദി ലൂപ്പിൽ നമുക്ക് എഴുതേണ്ടത് എന്താണ്? 1 പ്രിന്റ് ചെയ്യണം. 1 പ്രിന്റ് ചെയ്യണം നമുക്ക് ആവശ്യം അല്ലെ? അപ്പൊ പ്രിന്റ് ചെയ്യാൻ എങ്ങനെയാണ്? C++ൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡ് ആണ് സി ഔട്ട്. സി ഔട്ട് എന്ന് പറയുന്ന കമാൻഡാണ് യൂസ് ചെയ്യാൻ. പിന്നെ എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്? 1 ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. 1 ഇപ്പൊ എവിടെയാണ് ഇരിക്കുന്നത്? 1 ഇപ്പൊ ഇരിക്കുന്നത് ഐ എന്ന് പറയുന്ന വേരിയബിളിന്റെ ഉള്ളിലാണ്. അപ്പോ എങ്ങനെ എഴുതും? ഇവിടെ സി ഔട്ട് കഴിഞ്ഞിട്ട് ഐ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇവിടെ ഐ എന്ന് എഴുതി. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഇപ്പൊ സ്ക്രീനിൽ 1 എന്ന് പ്രിന്റ് ചെയ്തു. ശരിയല്ലേ? 1 പ്രിന്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? 1 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 1ൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി ഏതിലേക്ക് പോകണം? 2ലേക്ക് പോകണം. ഐ എന്ന് പറയുന്ന വേരിയബിൾ ഇനി ഏതാക്കണം? 2 ആക്കി മാറ്റണം. 2 ആക്കി മാറ്റണമെങ്കിൽ ഈ ഐയിലുള്ള വാല്യൂ ഒന്ന് ഉയർത്തണം, അല്ലെങ്കിൽ ഇൻക്രിമെന്റ് ചെയ്യണം. ഓക്കെ, 1 വെച്ച് കൂട്ടുന്നതിന് നമ്മൾ എന്ത് വിളിക്കാം? ഇൻക്രിമെന്റ് എന്ന് പറയാം. ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യാറുണ്ട്. ഏതാണ്? ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ, ദാറ്റ് ഈസ് പ്ലസ് പ്ലസ്. അപ്പോ എങ്ങനെ എഴുതും? ഐ പ്ലസ് പ്ലസ് എങ്ങനെ എഴുതും? ഇതിന് പകരം ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല, ശരിയാണ്. ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 എന്നുള്ളത് എഴുതാം. അതിനെ നമ്മൾ ഷോർട്ടായിട്ടാണ് ഇങ്ങനെ എഴുതാം, ഐ പ്ലസ് പ്ലസ് എന്ന് എഴുതി. ഓക്കെ, ഇനി ഇതിന് പകരം നമ്മൾ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, പ്ലസ് പ്ലസ് ഐ എന്ന് എഴുതിയാലും ശരിയാണ്. അപ്പൊ 3 രീതിയിൽ എഴുതാം. ഒന്നുകിൽ പ്ലസ് പ്ലസ് ഐ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഐ പ്ലസ് പ്ലസ് എന്ന് എഴുതാം, അതുമല്ലെങ്കിൽ ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 എന്ന് എഴുതാം. ഒക്കെ പോസിബിൾ ആണ്. അപ്പൊ ഇനി നമ്മൾ ഈ 2 സ്റ്റേറ്റ്മെന്റ്സ് വന്നല്ലോ. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് അപ്ഡേഷൻ എന്ന് പറയുന്നത്. അതായത് ഐ എന്ന് പറയുന്ന വേരിയബിൾ ആണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ലൂപ്പ് കൺട്രോൾ വേരിയബിളിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് എന്ത് വിളിക്കുക? അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഇപ്പോ എന്ത് സംഭവിച്ചു? പ്ലസ് പ്ലസ് ഐ എന്ന് പറയുമ്പോൾ ആദ്യം ഐയിൽ ഉണ്ടായിരുന്ന 1 ആണ് അല്ലെ? ഈ 1 മാറിയിട്ട് ഇപ്പൊ ഐ എത്രയാവും? 2 ആവും. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റിനെ എന്ത് വിളിക്കുന്നത്? അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബോഡി ഓഫ് ദി ലൂപ്പിൽ ഇത്ര വരുന്നുണ്ട്. ഇവിടെ അത് ക്ലോസ് ചെയ്യും. അപ്പൊ ഇവിടുന്ന് എന്ത് സംഭവിക്കും? ഈ പ്ലസ് പ്ലസ് ഐ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ വീണ്ടും ഇവിടേക്ക് തന്നെ പോകും. ഈ കണ്ടീഷൻ വീണ്ടും ചെക്ക് ചെയ്യും. അപ്പൊ ഇവിടെ എന്തായിട്ടുണ്ട്? ഈ 1 മാറിയിട്ട് ഇവിടെ എന്ത് വന്നു?
1ന് പകരം ഇപ്പോൾ ഇവിടെ എന്തായി 2 ആയി. 2 ആയിരിക്കുന്ന സമയത്ത് കണ്ടീഷൻ എന്താണ്? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ എഗെയിൻ ട്രൂ ആണ്. കാരണം 2 എന്ന് പറഞ്ഞാൽ 10നേക്കാളും ചെറുതാണ്. 10നേക്കാളും ചെറുതായതുകൊണ്ട് കണ്ടീഷൻ വീണ്ടും ട്രൂ ആയി. അപ്പോൾ വീണ്ടും ബോഡി ഓഫ് ദി ലൂപ്പിൽ വന്നു. സി ഔട്ട് ആയി എന്ന് പറയുമ്പോൾ 2 പ്രിന്റ് ചെയ്യും. ഓക്കെ, പ്ലസ് പ്ലസ് ഐ എന്ന് പറയുമ്പോൾ എന്തായി? അടുത്ത വാല്യൂലേക്ക് പോയി. അതായത് ഐ എത്രയായി? 3 ആയി. 3 ആയി കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ വന്ന് നോക്കുകയാണ്. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്താണ്? അഗൈൻ ട്രൂ. അപ്പോൾ വീണ്ടും ബോഡി ഓഫ് ദി ലൂപ്പിൽ വന്നു. 3 പ്രിന്റ് ചെയ്തു. അങ്ങനെ 4 പ്രിന്റ് ചെയ്യുക, അങ്ങനെ പോകും. ഓക്കെ, ഇതിപ്പോ ഇങ്ങനെയാണ് വരിക. 1 2 3 4 എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ലൈനിലാണ് പ്രിന്റ് ചെയ്യുക, അടുത്തടുത്ത് പ്രിന്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. ഈ 1 2 3 4 എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ വേണം. 1 2 3 4 ഇങ്ങനെ പ്രിന്റ് ചെയ്യണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അടുത്ത ലൈനിലേക്ക് പോകാൻ എന്താണ് ഉപയോഗിക്കുക? \n എന്ന് പറയുന്ന എസ്കേപ്പ് സീക്വൻസ് ആണ് യൂസ് ചെയ്യുക. \ഉം n കൂടി ഇടാം. അപ്പോൾ എവിടെയാണ് ഇടേണ്ടത്? അത് ഇവിടെ ഈ ഐ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇവിടെ എന്ത് ചെയ്യണം? \n കൊടുക്കുക. ഓക്കെ, \n എന്ന് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഐ ആദ്യം 1 പ്രിന്റ് ചെയ്യും, പിന്നെ അടുത്ത ലൈനിലേക്ക് പോയി. അപ്പൊ 2 പ്രിന്റ് ചെയ്തു, 3 പ്രിന്റ് ചെയ്തു, 4 പ്രിന്റ് ചെയ്തു, അങ്ങനെ പോകും. ഓക്കെ, ഇനി ലാസ്റ്റില് 9 വരെ എത്തിയെന്ന് വിചാരിക്കാം. 9 പ്രിന്റ് ചെയ്ത് കഴിയും. അതായത് ഇപ്പോൾ ഐയുടെ വാല്യൂ എത്രയാണ്? പ്രിന്റ് ചെയ്ത സമയത്ത് ഐയുടെ വാല്യൂ 9 ആണ്. 9 ആകുമ്പോൾ ട്രൂ ആയതുകൊണ്ട് ഉള്ളിൽ വന്നു 9 പ്രിന്റ് ചെയ്തു. 9 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി വീണ്ടും പ്ലസ് പ്ലസ് ആയി എന്ന് പറയുമ്പോൾ ഐ എത്രയായി? 10 ആയി. ഓക്കെ, 10 ആവുമ്പോൾ ഇവിടെ എന്താണ് അവസ്ഥ നോക്കാം. ഇവിടെ 10 ആവും. 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറയുമ്പോൾ 10 ലെസ് ദാൻ 10 എന്നുള്ളത് ഫാൾസ് ആണ്. പക്ഷെ എന്താണ്? 10 ഈക്വൽ ടു 10 എന്നുള്ളത് ട്രൂ ആണ്. അപ്പൊ ഇപ്പോഴും കണ്ടീഷൻ ട്രൂ ആണ്. 10 ഈക്വൽ ടു 10 ട്രൂ ഉള്ളൊരു സിറ്റുവേഷൻ കൂടി ഉള്ളതുകൊണ്ട് കണ്ടീഷൻ ഇപ്പോൾ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് വീണ്ടും ബോഡി ഓഫ് ദി ലൂപ്പിൽ വന്നു. സി ഔട്ട് ആയി. ഇവിടെ 10 പ്രിന്റ് ചെയ്തു. ഓക്കെ, 10 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് പ്ലസ് ആയി എന്ന് പറയുമ്പോൾ എത്രയായി? 11 ആയി. 11 ആയി. 11 ആവുമ്പോൾ ഇവിടെ എന്തായി? ഇവിടെ 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആയി. ഇപ്പൊ എന്താണ് അവസ്ഥ? ഇപ്പൊ 11 ലെസ് ദാൻ 10 അല്ല, 11 ഈക്വൽ ടു 10 അല്ല, 11 ഗ്രേറ്റർ ദാൻ 10 ആണ്. അപ്പൊ അതുകൊണ്ട് കണ്ടീഷൻ ഇപ്പൊ എന്തായി മാറി? ഇപ്പൊ ഫാൾസ് ആയി മാറി. കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ബോഡി ഓഫ് ദി ലൂപ്പിലേക്ക് പിന്നെ വരില്ല. ഈ സി ഔട്ടും വർക്ക് ചെയ്യില്ല, ഐ പ്ലസ് പ്ലസും വർക്ക് ചെയ്യില്ല. നേരെ ഇവിടുന്ന് നേരെ കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ നേരെ ഇവിടേക്ക് പോകും. ഈ ലൂപ്പിന്റെ താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, ഇത് വർക്ക് ചെയ്യും. ഇവിടെ ഇപ്പോൾ റിട്ടേൺ 0 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പ്രോഗ്രാം അവസാനിക്കാനുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ഇവിടെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അത് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് വൈൽ എന്ന് പറയുന്ന ലൂപ്പിന്റെ പ്രത്യേകത. അപ്പൊ ഇനി നമുക്ക് ഇതിൽ ഏതൊക്കെയാണ് ഡിഫറെന്റ് നമ്മൾ പഠിച്ച പാർട്സ് ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഈ ലൈനിന് എന്താ വിളിക്കുക? ഇതിനെ കമന്റ് ആയിട്ട് എഴുതണം കേട്ടോ. കമന്റ്സ് പഠിച്ചാലേ. ഈ ലൈനിന് എന്താ വിളിക്കുക? ഇതിനാണ് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം ഇനീഷ്യലൈസേഷൻ. ഇതാണ് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ്. ഈ വേരിയബിൾ എന്താ വിളിക്കുക? ദിസ് വേരിയബിൾ ഇസ് നോൺ ആസ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ഈ വേരിയബിളിന്റെ പേരാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ഓക്കെ, ഇനി ഈ ഒരു കണ്ടീഷൻ ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ള ഈ കണ്ടീഷൻ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറയുന്ന ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ. ഓക്കെ, ഇനി ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ്, ഈ സ്റ്റേറ്റ്മെന്റും ഈ സ്റ്റേറ്റ്മെന്റും, ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബോഡി ഓഫ് ദ ലൂപ്പ് പറയുന്നത്. ഈ കേളി ബ്രേസസ്, ഓപ്പണിംഗ് കേളി ബ്രേസിന്റെയും ക്ലോസിംഗ് കേളി ബ്രേസിന്റെയും ഉള്ളിൽ എഴുതിയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റുകളെയാണ് ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റിനെ മാത്രം വിളിക്കുന്ന പേരാണ് അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോ ലൂപ്പിന്റെ 4 ഭാഗങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തില്ലേ? ഒന്നാമത്തെ ഭാഗം ഏതാണ്? ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഈ ലൈനാണ്, ഈ സ്റ്റേറ്റ്മെന്റ് ആണ്. ഐക്ക് ആദ്യം വാല്യൂ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്. 2
ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഈ കണ്ടീഷൻ, ഈ റിലേഷണൽ എക്സ്പ്രഷനാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറയുന്നത് ഈ കർലി ബ്രേസിന്റെ ഉള്ളിലുള്ള എഴുതിയതൊക്കെ ബോഡി ഓഫ് ദ ലൂപ്പാണ്. അതായത് 2 ലൈൻ ഉണ്ട്, 2 സ്റ്റേറ്റ്മെന്റ്സ്, സി ഔട്ടും പിന്നെ പ്ലസ് പ്ലസ് ഐ, ഇത് രണ്ടും കൂടി ചേർന്നാണ് ബോഡി ഓഫ് ദ ലൂപ്പ്. ഇനി അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇത് മാത്രം, ഈ ബോഡി ഓഫ് ദ ലൂപ്പിലുള്ള രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള പ്ലസ് പ്ലസ് ഐ മാത്രം വിളിക്കുന്നതാണ്, അതിനെ മാത്രം വിളിക്കുന്നതാണ് അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ക്ലിയർ ആയോ? ഇതാണ് ഒന്നാമത്തെ ലൂപ്പ്. ഏതാണ്? വൈൽ എന്ന് പറയുന്ന ലൂപ്പ്. ഈ ലൂപ്പ് ഏത് കാറ്റഗറിയിലാണ് വരിക? എൻട്രി കൺട്രോൾ ലൂപ്പാണ്. കാരണം എന്താണ്? ഇവിടെ ആദ്യം കണ്ടീഷൻ നോക്കും, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഇവിടേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ, ബോഡി ഓഫ് ദി ലൂപ്പിലേക്ക് കയറുള്ളൂ. കണ്ടീഷൻ ആദ്യം തന്നെ ഫാൾസ് ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പിൽ കയറില്ല. ഇപ്പോൾ ഇവിടെ 1 പകരം ഐ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നത് 11 വെച്ചാണെന്ന് വിചാരിച്ചു. 11 എന്നുള്ള വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ഇനീഷ്യലൈസ് ചെയ്തത്. അപ്പൊ എന്താ കണ്ടീഷൻ വരിക? 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആദ്യം തന്നെ വരും, ഫസ്റ്റ് തന്നെ അത് വരിക. അപ്പൊ കണ്ടീഷൻ ആദ്യം തന്നെ ഫാൾസ് ആണ്. കണ്ടീഷൻ ആദ്യം തന്നെ ഫാൾസ് ആയതുകൊണ്ട് ഈ ബോഡി ഓഫ് ദി ലൂപ്പിൽ വരില്ല, വർക്ക് ചെയ്യില്ല, നേരെ ഇവിടുന്ന് ഇവിടേക്ക് ജമ്പ് ചെയ്യും. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ബോഡി ഓഫ് ദി ലൂപ്പിലേക്ക് പ്രവേശിക്കൂ. ഇങ്ങനെയുള്ള ലൂപ്പുകളെയാണ് നമ്മൾ എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയാം. ആ എൻട്രി കൺട്രോൾ ലൂപ്പിലെ ആദ്യത്തെ എക്സാമ്പിൾ ആണ് വൈൽ ലൂപ്പ്. ഓക്കെ, അപ്പോൾ അത് ഇത്രയും മതി. ഒരു ചെറിയ ടോപ്പിക്കാണ്. ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഒന്നുകൂടി നോക്കുക. കഴിഞ്ഞ വർഷത്തെ നോട്ട്ബുക്ക് ഉണ്ടാവും, അതൊക്കെ ഒന്ന് പരിശോധിക്കുക. അതിൽ എക്സാമ്പിൾസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വൈൽ ലൂപ്പ് വരെയാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരുന്ന ബാക്കി 2 ലൂപ്സ്, ഒന്ന് ഫോർ ലൂപ്പ് ഉണ്ട്, പിന്നെ ഡു വൈൽ ലൂപ്പ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.